ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു ക്രിസ്മസ് കാർഡാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് ക്രിസ്മസ് റിലേറ്റഡ് സ്റ്റിക്കേഴ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് ട്രീ, സ്നോമാന്, കുറച്ച് ഗിഫ്റ്റ് ബോക്സ് പോലുള്ള രീതിയിൽ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സ് വരച്ച് കളർ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ വൈറ്റ് പോർഷൻസ് ഒന്നും ഇല്ലാതെ ചേർത്താണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇനി നമുക്ക് A4 സൈസ് ചാർട്ട് പേപ്പറോ കട്ടിയുള്ള പേപ്പറോ വേണം. എന്നിട്ടത് നടുവേ മടക്കി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് ഭാഗം വിട്ടിട്ട് അത് 15 സെൻറ്റിമീറ്റർ നീളം ആദ്യത്തെ ഏറ്റവും അടിയിലത്തെ ഭാഗം, അത് കഴിഞ്ഞ് 9 സെൻറ്റിമീറ്റർ, അത് കഴിഞ്ഞ് 3 സെൻറ്റിമീറ്ററാണ് നീളം വരുന്നത്. വീതി എല്ലാത്തിനും 2.5 വരുന്നത്. അപ്പോൾ അതങ്ങനെ രീതിയിൽ വരച്ചെടുത്തിട്ട് ആദ്യത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് അത് മടക്കി കൊടുത്തിട്ട് അകത്തേക്ക് നമ്മൾ മടക്കി കൊടുക്കും. രണ്ടാമത്തേതും അതുപോലെ മടക്കിയിട്ട് രണ്ട് സൈഡിലേക്കാക്കി മടക്കിയിട്ടാണ് അകത്തേക്ക് വളച്ചു കൊടുക്കുന്നത്. മൂന്നാമത്തേതിൻ്റെ ഏറ്റവും മുകളിലത്തെ, അതായത് നമ്മൾ അവസാനം മടക്കി വരുമ്പോൾ നമുക്ക് 3 പോർഷൻ കിട്ടും. അങ്ങനെ വരുന്നതിൻ്റെ ഏറ്റവും മുകളിലത്തേതും ഏറ്റവും താഴത്തേതും മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ. സെൻറ്റർ ഭാഗം കട്ട് ചെയ്യരുത്. അതൊക്കെ ശ്രദ്ധിക്കണം. എന്നിട്ട് ആ രീതിയിൽ മടക്കിയെടുത്ത് നിവർത്തുമ്പോൾ നമുക്ക് സ്റ്റെപ്പ് പോലെ കിട്ടും. ഇനി നമുക്ക് ഇതിൻ്റെ സെയിം സൈസിൽ ഒരു ഷീറ്റ് കൂടെ വേണം. അതായത് നമ്മുടെ പുറം കവറാണ്. അപ്പോൾ അതിന് ഞാൻ ക്രിസ്മസ് തീം റെഡായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മളെടുത്ത് സെൻറ്റർ ഭാഗം മടക്കി കൊടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മൾ ആദ്യം മടക്കി കൊടുത്ത പീസുണ്ടല്ലോ, അതിന് ഞാൻ ചെറിയൊരു ഡിസൈനായിട്ട് വളവ് പോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മൾ ആ മടക്കി വെച്ച രീതിയിൽ തന്നെ രണ്ട് സൈഡിലും ഗ്ലൂ തേച്ച് ഈ റെഡ് ഷീറ്റിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഉൾവശത്ത് സ്റ്റെപ്പായിട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ ആദ്യം വെട്ടിയെടുത്ത് സ്റ്റിക്കേഴ്സ് എല്ലാം ഒട്ടിച്ചു കൊടുത്ത് കവർ ചെയ്ത് വെക്കണം. എന്നിട്ട് ബാലൻസ് വരുന്ന ഭാഗമുണ്ടല്ലോ, അവിടെ നമുക്ക് പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുകയോ ഡിസൈൻ ചെയ്യുകയോ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉൾവശം റെഡിയായി. ഇനി നമുക്കിതിൻ്റെ പുറംവശമാണ് ശരിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഡ്രസ്സിൻ്റെ സ്റ്റൈൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ബെൽറ്റും ബട്ടണും വെച്ച് കൊടുത്ത് ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അവസാനത്തെ അലവുകൾക്ക് മോശമാക്കുക എന്നുള്ള രീതിയിൽ ബൾബ് പോലൊക്കെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഗിൽറ്റ് പേപ്പർ റൗണ്ട് ഷേപ്പിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ഭയങ്കര ബോറായി നിൽക്കട്ടെ. അവസാനം നമ്മളെല്ലാം കൊണ്ട് കുളം തോണ്ടുമല്ലോ, അത് ശീലമാണല്ലോ. ഇതുവരെ വീഡിയോ കണ്ടിരുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇതുപോലുള്ള അടുത്ത വീഡിയോസായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.